ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിവിഷൻ ടൈപ്പ് ക്ലാസ് ആണ് കേട്ടോ. നമ്മുടെ ഈ മാസം നടക്കുന്ന LDC എക്സാമിന് മുന്നോടിയായിട്ട് ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നവരെ കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിവിഷൻ ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ റിവിഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് രൂപാന്തരത്വം അഥവാ അലോട്രോപ്സ് എന്ന ടോപ്പിക്കാണ്. ഇത് PSC 2021 തൊട്ട് ഇങ്ങോട്ട് പല തവണ PSC ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. SCERT ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എങ്കിലും നമ്മൾ NCERTയിലുള്ള പോയിന്റ്സും കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബണിനെ പറ്റിയാണ്. ഇതിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇത് 2021 LDCയുടെ മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അലോട്രോപ്പി എന്ന ടോപ്പിക്കിൽ നിന്ന് മിക്ക പരീക്ഷകളിലും, അതായത് 10th ലെവൽ മെയിൻസ് 2023ലും 24ലും ഒക്കെ നടന്നതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വജ്രത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. നിങ്ങളിതൊക്കെ പഠിച്ച് റിവൈസ് ചെയ്തിരിക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിന് കറക്റ്റ് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ എന്തായാലും കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് പഠിച്ചു വെച്ചേക്കാം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതേപോലെ മൂന്നാമത്തെ പ്രസ്താവന, വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. അപ്പൊ അത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. വജ്രം വൈദ്യുത ചാലകമാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. വജ്രം ഒരു വൈദ്യുത ചാലകമല്ല കേട്ടോ. വൈദ്യുതിയെ കടത്തി വിടില്ല. നമ്മൾ മുന്നോട്ട് പഠിക്കും. അതേപോലെ വജ്രത്തിന് താഴ്ന്ന അപവർത്തനാങ്കമാണ് ഉള്ളത് എന്നുള്ള പ്രസ്താവനയും തെറ്റാണ്. വജ്രത്തിന് താഴ്ന്നതല്ല, പകരം ഉയർന്ന അപവർത്തനാങ്കമാണ് ഉള്ളത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം? വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അതായത് ക്യുമീൻ, ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ. ഇതിൽ ഏതൊക്കെയാണ് കാർബണിന്റെ അലോട്രോപ്സ്? ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണമാണ് അലോട്രോപ്സ് ഓഫ് കാർബൺ. അതായത് ആരൊക്കെയുണ്ട്? ഫുള്ളറിൻ വരും, ഗ്രാഫൈറ്റ് വരും, ഗ്രഫീൻ വരും. കറക്റ്റ് ആൻസർ ഏതാണ്? 2, 3, 4. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്യുമീൻ എന്താണ്? കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണോ? അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ അലോട്രോപ്പ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാം എന്താണ് അലോട്രോപ്സ് അല്ലെങ്കിൽ എന്താണ് രൂപാന്തരങ്ങൾ എന്നുള്ളത്. നോക്കിക്കോ, ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടി ഒരു മൂലകം തന്നെ വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നുവെങ്കിൽ ആ രൂപങ്ങളെയാണ് നമ്മൾ രൂപാന്തരങ്ങൾ അല്ലെങ്കിലോ അലോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് രൂപാന്തരത. അപ്പോൾ ഇവിടെ എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നാവുന്ന മറ്റൊരു ടേമാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഐസോടോപ്പുകളെ പറ്റി പഠിക്കാനുണ്ട്, അതേപോലെ ഐസോബാറുകളെ പറ്റി പഠിക്കാനുണ്ട്, ഐസോടോണുകളെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ അലോട്രോപ്സ് പഠിച്ചു. അപ്പം അലോട്രോപ്സും അതേപോലെ ഐസോടോപ്പും തമ്മിൽ എന്താണ്? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റോമിക നമ്പർ സെയിം ആണ് അല്ലെ? അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും. മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ ഡിഫറെന്റും ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ അല്ലെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഒക്കെ എങ്ങനെയാണ് വരുന്നത്? 1H1 അതാണ് പ്രോട്ടിയം. 2H1 ആണ് എന്ത്? ഡ്യൂട്ടീരിയം. അതേപോലെ 3H1 ആണ് ട്രിഷ്യം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെയൊക്കെ എന്താണ്? മാസ് നമ്പർ ഡിഫറെന്റും അറ്റോമിക നമ്പർ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? 1 ആണ് വരുന്നത്. അറ്റോമിക നമ്പർ സെയിം ആണ്. അതേപോലെ മാസ് നമ്പർ 1, 2, 3 എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ? ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ തിരിച്ചാണ്. സെയിം എന്തായിരിക്കും? സെയിം മാസ് നമ്പർ ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റോമിക നമ്പർ ആയിരിക്കും. അതാണ്
എന്ത് ഐസോ ബാറുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഐസോടോണുകൾ എന്ന് പറയുന്നത് എന്താണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നതിനെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആരെങ്കിലും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പഠിക്കണം കേട്ടോ. പലതവണ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊന്നുമല്ല പറയുന്ന അലോട്രോപ്പുകൾ എന്ന് പറഞ്ഞാൽ രാസഗുണം, അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. എന്നാൽ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു മൂലകം ഒരേ രാസഗുണത്തോടും എന്നാൽ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടുമാണ് കാണപ്പെടുന്നെങ്കിൽ അതിന്റെ പല പല രൂപങ്ങളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്നതാണ് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് രൂപാന്തരത്വം. സോ എന്താണ് രൂപാന്തരത്വം എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഓരോന്നിന്റെ, അതായത് ഓരോ മൂലകം എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം പഠിക്കാനില്ല, ഓരോ മൂലകം എടുത്തിട്ട് ഏതൊക്കെയാണ് അതിന്റെ അലോട്രോപ്പുകൾ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കാര്യം നമ്മൾ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ, കാർബണിന്റെ അലോട്രോപ്പുകൾ ഏത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നോക്കിക്കോ, കാർബണിന്റെ അലോട്രോപ്പുകളാണ് വജ്രം, ഗ്രാഫൈറ്റ്, കാർബൺ നാനോ ട്യൂബുകൾ, ഫുള്ളറിൻ, അമോർഫസ് കാർബൺ, ഗ്രഫീൻ. അപ്പൊ ഏതൊക്കെയാണ് കാർബണിന്റെ അലോട്രോപ്പുകൾ? പഠിച്ചു വെച്ചോണേ. വജ്രമുണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, കാർബൺ നാനോ ട്യൂബുകൾ ഉണ്ട്, പിന്നെയോ ഫുള്ളറിൻ ഉണ്ട്, അമോർഫസ് കാർബൺ ഉണ്ട്, ഗ്രഫീൻ ഉണ്ട്. ഇതെല്ലാം എന്താണ്? കാർബണിന്റെ അലോട്രോപ്പുകളാണ്. അടുത്തത് ഫോസ്ഫറസിന്റെ അലോട്രോപ്പുകൾ. വെളുത്ത ഫോസ്ഫറസ് ഉണ്ട്, അതേപോലെ ചുവന്ന ഫോസ്ഫറസ് ഉണ്ട്, അതേപോലെ കറുത്ത ഫോസ്ഫറസ് ഉണ്ട്. ഈ വയലറ്റ് ഫോസ്ഫറസിനെ പറ്റി കൂടുതലൊന്നും ഇപ്പൊ പഠിക്കാനില്ല കേട്ടോ. അത് കാര്യം അത് പല പേരുകളിൽ, അതായത് ചില സമയത്ത് ഈ ഒരു വയലറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പം ഈ മൂന്നെണ്ണം മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, കറുത്ത ഫോസ്ഫറസ്. ഇനി ഓക്സിജന്റെ ആണെങ്കിലോ ഡൈ ഓക്സിജൻ, അതായത് എന്താണ് ഡൈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ത് വരും? ഡൈ ഓക്സിജൻ എന്ന് പറയുന്നത് O2 എന്ന് വരും അല്ലെ. ഡൈ ഓക്സിജൻ ഉണ്ട്. പിന്നെയോ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? O3. അതേപോലെ ടെട്രാ ഓക്സിജൻ O4. ഈ കഴിഞ്ഞ 2024 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെ തന്നിട്ടുള്ളതിൽ ഓക്സിജന്റെ അലോട്രോപ്പുകൾ ഏത്? എന്നിട്ട് എ ഓപ്ഷന്റെ അകത്ത് O2 മാത്രം കൊടുക്കുന്നു. ബി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ O2ഉം O3യും തരുന്നു. ആൻഡ് ദെൻ സി ഓപ്ഷനിൽ O2 ഉണ്ട്, O3 ഉണ്ട്, O4 ഉണ്ട്. അപ്പോൾ ഓർത്തേക്കുക, എല്ലാം വരുന്ന ഓപ്ഷൻ ആണ്. അതായത് എന്താണ്? ഓപ്ഷൻ സി ആയിരിക്കും അവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് O2ഉം O3യും O4ഉം എല്ലാം എന്താണ്? ഓക്സിജന്റെ അലോട്രോപ്പുകളാണ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. ഇനി ഇരുമ്പിന്റെ ആണെങ്കിലോ, ഇരുമ്പിനാണെങ്കിൽ ഫെറൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ആൽഫ ഇരുമ്പ് എന്ന് വിളിക്കും. പിന്നെ ബീറ്റ ഇരുമ്പുണ്ട്, ഗാമ ഇരുമ്പുണ്ട്, ഡെൽറ്റ ഇരുമ്പുണ്ട്, എപ്സിലോൺ ഇരുമ്പുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഫെറൈറ്റ് ഉണ്ട്, ബീറ്റ ഇരുമ്പുണ്ട്, ഗാമ ഇരുമ്പുണ്ട്, ഡെൽറ്റ ഇരുമ്പുണ്ട്, എപ്സിലോൺ ഇരുമ്പുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഓരോന്നിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാവേ. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കാർബണിന്റെ അലോട്രോപ്പുകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും PSC പല തവണകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും ഈ കാർബണിന്റെ അലോട്രോപ്പുകളെ പറ്റിയാണ്. കാർബണിന്റെ അലോട്രോപ്പുകളെ പറ്റി പറയുന്ന ഒരു SCERT പാഠഭാഗം കൂടിയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ആ പാഠം ഒന്നും നോക്കേണ്ടി വരില്ല, ഞാൻ അതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും ഈ കാർബണിന്റെ അലോട്രോപ്പുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ കാർബൺ, രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? അമോർഫസ് കാർബൺ ആണ്. സോ ക്രിസ്റ്റലൈൻ കാർബണും ഉണ്ട്, അമോർഫസ് കാർബണും ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് +2 പറയുന്ന കാര്യങ്ങൾ, അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളേ. അപ്പൊ എന്താണ് ക്രിസ്റ്റലൈൻ കാർബൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, ക്രിസ്റ്റലൈൻ ഫോംസ് ഹാവ് ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ ഷേപ്സ് ആൻഡ് റെഗുലർ അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റംസ് ഇൻ ദർ സ്ട്രക്ചർ. അതായത് ക്രിസ്റ്റലൈൻ ഫോമിനാണെങ്കിൽ എന്താണ്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? റെഗുലർ അറേഞ്ച്മെന്റ് ഉണ്ട്. ആറ്റംസ് എന്താണ്? റെഗുലർലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്? നമ്മുടെ ഡയമണ്ട്, അതായത് വജ്രം, അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്, അതേപോലെ ഗ്രഫീൻ, ഫുള്ളറിൻ, ഇതൊക്കെ എന്താണ്? ക്രിസ്റ്റലൈൻ ഫോമിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ക്രിസ്റ്റലൈൻ ഫോം എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും, റെഗുലർ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഉദാഹരണം ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഫുള്ളറിൻ ഒക്കെയാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹൈ ആൻഡ് ഷാർപ്പ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിലും ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും, അതേപോലെ ഷാർപ്പ്
ഉറപ്പായിട്ടുള്ള മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആയിരിക്കും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അമോർഫസ് കാർബൺ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ അമോർഫസ് കാർബൺ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവർക്കൊരു ഇറഗുലർ അല്ലെങ്കിൽ ലെസ് ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ആറ്റംസിന് വരുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റും. സോ അത്തരത്തിലുള്ള കാർബണെയാണ് നമ്മൾ അമോർഫസ് കാർബൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഉദാഹരണം നമുക്ക് പറയാം കോക്ക്, അതേപോലെ ചാർക്കോള്, കാർബൺ ബ്ലാക്ക് ഒക്കെ എന്താണ് അമോർഫസ് കാർബൺ ഉദാഹരണമാണ്. സോ നമ്മൾ പറഞ്ഞത് അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഒന്നെന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ഫോം അല്ലെ, ക്രിസ്റ്റലൈൻ ഫോമിലുള്ളവര്, മറ്റൊന്നെന്ന് പറയുന്നത് അമോർഫസ് ഫോമിലുള്ളത്. രണ്ടിന്റെയും ഉദാഹരണങ്ങളും എന്താണ് വ്യത്യാസവും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വജ്രത്തെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതിൽ നിന്നാണ് കൂടുതലും എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുക, കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. PSC മുൻവർഷം ചോദിച്ചിട്ടുണ്ട് കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണത് വജ്രമാണ്. ഇനി നോക്കിക്കേ, വജ്രത്തിന്റെ ഈ ഒരു കാഠിന്യത്തിന് കാരണം എന്താണെന്ന് പറയുവാണേ. നോക്കിക്കേ, വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിശക്തമായ ഈ ബന്ധനമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം. ഇവിടെ കണ്ടോ, ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ SCERT പാഠപുസ്തകത്തിലുള്ള പിക്ചർ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, വജ്രമാണ് നമ്മുടെ കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള രൂപാന്തരം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന് കാരണം എന്താണ്, വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനം, അതായത് കോവലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് കാർബണിന്റെ വാലൻസി എത്രയാണെന്ന്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടായിരിക്കും 4 ആണ് കാർബണിന്റെ വാലൻസി അല്ലെ. അതെങ്ങനെയാണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് പറഞ്ഞേ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ് അല്ലെ. സോ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 4 എന്ന് വരും. അതായത് ഇതിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത് 4 ആണ്. അതെങ്ങനെയാണ് വാലൻസി 4 ആണെന്ന് മനസ്സിലായ? അതായത് നമ്മൾ ഒരു സിംപ്ലസ്റ്റ് വഴി ഞാൻ പറഞ്ഞുതരാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് വരുന്നെങ്കിൽ എന്താണ് അതിന്റെ വാലൻസി എന്താണ്? 0 ആണ് അല്ലെ. 7 ഇലക്ട്രോൺസ് ആണ് വരുന്നെങ്കിൽ അതിന്റെ വാലൻസി എന്താണ്? 1 ആണ്. കാരണം ഒരു ഇലക്ട്രോണെ കൂടെ വാങ്ങിച്ചാൽ 8 ആവും, അവർ സ്റ്റേബിൾ ആവും. പിന്നെ ഇനി 6 ഇലക്ട്രോൺ ആണ് വരുന്നെങ്കിലോ അതിന്റെ വാലൻസി 2 ആണ്. അതായത് 8 ആവാൻ എത്രയാണെന്ന് നോക്കിയാൽ മതി. അതേപോലെ 5 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ വരുന്നെങ്കിൽ അവരുടെ സംയോജകത 3 ആയിരിക്കും. ഇനി 4 ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്ത് തന്നെ വരും? 4 തന്നെ വരും. 3 ആണെങ്കിൽ എന്ത് തന്നെ വരും? 3 തന്നെ വരും. 2 ആണെങ്കിൽ 2 തന്നെ വരും. 1 ആണെങ്കിൽ 1 തന്നെ വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ 4 എണ്ണം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്താണ് ഒരു 4 എണ്ണത്തിനെയും കൂടെ വാങ്ങിച്ചിട്ട് സ്റ്റേബിൾ ആക്കി, അതായത് 8 ആക്കി സ്റ്റേബിൾ ആക്കാനല്ല ശ്രമിക്കുന്നത്. പകരം എന്താണ്, ഒന്നില്ലെങ്കിൽ ഷെയറിംഗ് ഒക്കെ നടക്കും, അല്ലെങ്കിൽ ഈ 1ലേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ 2ലേക്കൊക്കെ വരുന്ന സമയത്ത് അവർ ആ ഒരെണ്ണത്തിനെ അങ്ങ് വിട്ടുകൊടുക്കും. ഇപ്പം സോഡിയത്തിന്റെ കേസ് ആണെങ്കിൽ Na എന്ന് പറഞ്ഞാൽ 11 ആണ് അറ്റോമിക നമ്പർ. സോ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എന്ന് വരും. അപ്പൊ സോഡിയത്തിന് എന്താ എളുപ്പം? ആ ഒരു ഇലക്ട്രോണെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ അവർ ഫ്രീ ആയി അല്ലെ. ആ ഒരു ഇലക്ട്രോണെ അങ്ങ് വിട്ടുകൊടുത്താൽ പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഉണ്ട് അല്ലെ. അപ്പൊ അവർ സ്റ്റേബിൾ ആയി. സോ സോഡിയം ഒക്കെ അതാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വന്നാൽ അതിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയാണ്? 1 ആണ്. 2 ഇലക്ട്രോൺ വന്നിട്ടുണ്ടെങ്കിൽ സംയോജകത 2 ആണ്. 3 വന്നിട്ടുണ്ടെങ്കിൽ 3 ആണ്. 4 വന്നിട്ടുണ്ടെങ്കിൽ 4 ആണ്. പക്ഷെ 5 തൊട്ട് മാറ്റം വരും. 5 ആണ് പിന്നെ അവർ 8 ആക്കാൻ നോക്കും. 5 വന്നാൽ 3 വരും, 6 വന്നാൽ 2 വരും, 7 വന്നാൽ 1 വരും. അപ്പൊ ഓക്കെ ആണല്ലോ. സോ വാലൻസി 4 വരും. അപ്പോൾ ഈ കാർബൺ എന്താ ചെയ്യുന്നത്? ഈ 4 വാലൻസിയുള്ള ഈ കാർബൺ എന്ത് ചെയ്യും? ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ടും ബോണ്ടിങ്ങിൽ ഏർപ്പെടും. കണ്ടോ, ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊരു കാർബൺ, ഈ ഓരോ ബോൾസ് പോലെ കാണുന്നതും എന്താണ്? കാർബൺ ആണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാർബൺ 1, 2, 3, 4 കണ്ടോ, അതിന്റെ വാലൻസി 4 കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാർബൺ എടുത്തോ, ഇവിടെ 1, 2, 3, 4. അപ്പോൾ ഓരോ കാർബണും ചുറ്റുമുള്ള മറ്റ് 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്രയും അതിശക്തമായിട്ടുള്ള ഈ ഒരു കോവലന്റ് ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് വജ്രത്തിന്റെ കാഠിന്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം വജ്രമാണെന്ന് നമ്മൾ പറയാൻ കാരണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭൂമിയിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ്? അതിനും ഉത്തരം ഒന്ന് തന്നെ. എന്താണ് ആ ഉത്തരം? വജ്രമാണ്. അപ്പൊ ഭൂമിയിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ചോദിച്ചാലും ഏതാണ്? വജ്രമാണ്.
ഇനി ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിജന്യമായ വസ്തുവായി വജ്രം കണക്കാക്കപ്പെടുന്നു. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിജന്യ വസ്തു ഏതാണ്? അതും വജ്രമാണ്. പ്രകൃതിദത്ത വജ്രം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലിരുന്ന് പോയാൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, 1955 അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയാണ് ആദ്യമായി കൃത്രിമ വജ്രം ഉണ്ടാക്കിയത്. അപ്പൊ എന്താണ്? ആർട്ടിഫിഷ്യലി നമുക്ക് വജ്രം ഉണ്ടാക്കാം. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് 1955 അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയാണ്. അതേപോലെ അടുത്തതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശിലെ പന്ന ഖനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇനി മറ്റൊരു കാര്യം നമുക്ക് പറയാം, കാർബണിന്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപം ചോദിച്ചാൽ അതും ഏതാണ്? വജ്രമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർബണിന്റെ ഏറ്റവും കാഠിന്യമേറിയ രൂപം ഏതാണ്? അത് വജ്രമാണ്. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപം ഏതാണ്? അത് വജ്രമാണ്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണേ, ഈ ഒരു വജ്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈദ്യുത ചാലകമല്ല. അതായത് എന്താണ്? വൈദ്യുതിയെ കടത്തിവിടില്ല. 2021 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായിരുന്നു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തത് അല്ലെ. വൈദ്യുത ചാലകമാണ് എന്നായിരുന്നു കൊടുത്തത്. എന്താണ്? ഇത് വൈദ്യുത ചാലകമല്ല. കാരണം കൂടി പഠിച്ചു വെച്ചേക്കണേ, SCERT പറയുന്നതാണ്. ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ വജ്രം വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തിവിടുന്നില്ല. നമ്മളിപ്പോ കണ്ടു, ഈ കാർബണിന്റെ 4 വാലൻസിയും എന്താണ്? ഫില്ലാണ്. മറ്റ് 4 കാർബണുമായിട്ട് എന്തായി? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ വേണം? 2 ഇലക്ട്രോണുകൾ വേണമെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ കാർബണിന്റെ 4 വാലൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 4 ഇലക്ട്രോണുകളാണ് അല്ലെ. അപ്പൊ ഈ 4 ഇലക്ട്രോണുകൾ, ഈ ഒന്നാമത്തെ കാർബണിന്റെ 4 ഇലക്ട്രോണുകൾ, അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് അത് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഈ ഒന്നാമത്തെ കാർബണിന്റെ 4 ഇലക്ട്രോണുകൾ മറ്റ് കാർബൺ എന്ന് പറയുന്നത് എന്താണ്? അതെ, ഇപ്പൊ നമ്മൾ ആ ഒരു പിക്ചറിൽ കണ്ടല്ലോ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കാർബൺ, അതിനും എന്താണ്? വാലൻസി 4. സോ ഇവിടെയും 4 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പം ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? അതേപോലെ മുകളിലുള്ളതും കാർബണിന്റെ 4 വാലൻസി വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ഇവർ ബോണ്ട് ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കണ്ടോ, ഇങ്ങനെ ഇവർ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർബണിൽ ഇനി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാർബണിൽ ഫ്രീ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ല. അപ്പൊ നമുക്കറിയാം, ഒരു എന്തെങ്കിലും ഒരു വസ്തുവിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഇലക്ട്രോണുകളുടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്തിലേക്ക് റിസൾട്ട് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇവർ വൈദ്യുത ചാലകമല്ല, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല. അപ്പോ കാർബണിന് ഏറ്റവും കാഠിന്യമുള്ള അലോട്രോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വജ്രമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കാരണം എന്തായിരുന്നു? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടതാണ് അല്ലെ. അതായത് ഒരു കാർബൺ ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് കാർബൺ അത്രയും കാഠിന്യമുള്ളതായിട്ട് കാണപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞു വജ്രം വൈദ്യുത ചാലകമല്ല എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? കാർബണിന്റെ അല്ലെങ്കിൽ വജ്രത്തിന്റെ ഈ ഒരു ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വൈദ്യുതിയെ കടത്തിവിടുന്നില്ല എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചേക്കണേ, വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ കുറവാണ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. സോ വജ്രത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. ഇനി ചില പ്രത്യേക ആകൃതികളിൽ മുറിച്ചെടുത്താൽ വജ്രത്തിനുള്ളിൽ കിടക്കുന്ന പ്രകാശകിരണങ്ങൾ പൂർണ്ണാന്തര പ്രതിഫലനത്തിന് വിധേയമായി അവയിലെ ഘടകവർണ്ണങ്ങൾ വേർപിരിയുന്നു. ഇതാണ് വജ്രത്തിന്റെ ആകർഷണീയതയ്ക്ക് കാരണം. അപ്പൊ ഇത് ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങളത് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് വജ്രം ഇങ്ങനെ തിളങ്ങാൻ കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്തേക്ക്. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. നമ്മുടെ ക്ലാസ് ഒത്തിരി ലോങ് ആയി പോകും. നിങ്ങളത് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് മറ്റൊരു പ്രത്യേകതയാണ് വജ്രത്തിന്റെ ഉയർന്ന താപചാലകതയുണ്ട്. വജ്രത്തിന് എന്താണ്? ഉയർന്ന താപചാലകതയുണ്ട്. അതായത് എന്താണ്? താപത്തിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ടാണ്? വജ്രത്തിലെ ശക്തിയുള്ള സഹസംയോജക രാസബന്ധനമാണ് ഇതിന് കാരണം. ചെമ്പിനെ അപേക്ഷിച്ച് 5 മടങ്ങോളം ഉയർന്നതാണ് വജ്രത്തിന്റെ താപചാലകത. വജ്രം വ്യാജമാണോ എന്ന് നിർണ്ണയിക്കാൻ താപചാലകത പ്രയോജനപ്പെടുത്താറുണ്ട്. സോ ഓർത്ത് വെച്ചേക്കണേ, ഇതൊക്കെ SCERT പോയിന്റ് ആണ്. ചെമ്പിനെ അപേക്ഷിച്ച് എത്ര മടങ്ങാണ്? 5 മടങ്ങോളം ഉയർന്നതാണ് വജ്രത്തിന്റെ താപചാലകത.
അപ്പോൾ എന്താണ്, വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. അതിന് കാരണം എന്താണ്, ഈ നമ്മൾ മുമ്പ് പറഞ്ഞ ഹാർഡ്നെസിന്റെ അതേ റീസൺ ആണ്, വളരെ ശക്തിയുള്ള സഹസംയോജക ബന്ധനമാണ് ഇതിന്റെ കാരണം. ഇനി അടുത്ത് നോക്കിക്കേ, രാസപരവും ഘടനാപരവുമായി ശുദ്ധിയുള്ള വജ്രം സുതാര്യവും നിറമില്ലാത്തതുമായിരിക്കും. എന്നാൽ ചില മൂലകങ്ങളുടെ സാന്നിധ്യം വജ്രത്തിന് നിറം പകരുന്നു. അപ്പൊ അത് പഠിച്ചു വെക്കണേ. ഇതിൽ ഈ ഒരു നൈട്രജന്റെ കേസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് നൈട്രജൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകത്തിന്റെ സാന്നിധ്യം വജ്രത്തിൽ ഉണ്ടെങ്കിൽ ഏത് നിറത്തിലാണ് വജ്രം കാണപ്പെടുന്നത്? മഞ്ഞ നിറത്തിലാണ്. ഇനി ബോറോൺ ആണുള്ളതെങ്കിലോ, ബോറോൺ ആണുള്ളതെങ്കിൽ വജ്രം നീല നിറത്തിലാണ്, ബ്ലൂയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓർത്തേക്ക്, നീല നിറം കൊടുക്കുക എന്ന് പറയുമ്പോഴേ ഓർക്കണം, ബ്ലൂ ഓർക്കണം അല്ലെ, ബ്ലൂ ഓർക്കണം. അപ്പൊ ബ്ലൂ ഓർക്കുമ്പോൾ തന്നെ ബി വെച്ചിട്ട് നമുക്ക് ബോറോൺ കണക്ട് ചെയ്യാം. പിന്നെ നൈട്രജന്റെ ഏതാണ്, നൈട്രജൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ സാന്നിധ്യം വജ്രത്തിൽ ഉണ്ടെങ്കിൽ ഏത് കളർ ആയിരിക്കും? യെല്ലോ അല്ലെങ്കിൽ മഞ്ഞ നിറമായിരിക്കും അത് കാണിക്കുന്നത്. ഓക്കെ അല്ലെ, അത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഇനി വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാരറ്റ് ആണ്. വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ക്യാരറ്റ് ആണ്. 100 ക്യാരറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 100 ക്യാരറ്റ് വജ്രം അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാരഗൺ എന്നാണ്. സോ പാരഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ക്യാരറ്റ് വജ്രമാണ്. ഇനി വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്, UV റേസ് ആണ്. ക്വസ്റ്റ്യന്റെ അകത്ത് അല്ലെങ്കിൽ ഓപ്ഷന്റെ അകത്ത് UV റേസ് എന്നായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അൾട്രാ വയലറ്റ്, UVയുടെ ഫുൾ ഫോം ആണ് അൾട്രാ വയലറ്റ് റേസ് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ. അപ്പൊ വജ്രത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കാരറ്റ് ആണ്. 100 ക്യാരറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 100 ക്യാരറ്റ് വജ്രം അറിയപ്പെടുന്നത് പാരഗൺ എന്നാണ്. വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ UV റേസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? അത് വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഏറ്റവും കാഠിന്യമേറിയ വസ്തുവായ വജ്രം ഡാഷിന്റെ രൂപാന്തരമാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്തിന്റെ രൂപാന്തരമാണ്? കാർബണിന്റെ രൂപാന്തരമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത്? വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗ്രാഫൈറ്റ് ആണ് കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം. ഓക്കെ, അപ്പൊ നമുക്കിനി ഗ്രാഫൈറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നോക്കിക്കോ, കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. നമ്മൾ ഓൾറെഡി ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലെ, ക്രിസ്റ്റലൈൻ അലോട്രോപ്പുകളുമുണ്ട്, അമോർഫസ് അലോട്രോപ്പുകളും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ക്രിസ്റ്റലൈൻ ഫോമിലുള്ളതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ഡയമണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിൻ ഉണ്ട്, ഗ്രഫീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള അല്ലെങ്കിൽ എന്താണ് സ്ഥിരതയുള്ള അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉള്ള അലോട്രോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഇനി ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് വരാം. SCERT-യിൽ കൊടുത്തിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ നോക്കിക്കേ. ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റിലുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് പാളികളായാണ് കാണപ്പെടുന്നത്. ഇത്തരം പാളികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ് ഗ്രാഫൈറ്റിന്റെ ഘടന. അപ്പൊ ഗ്രാഫൈറ്റിന്റെ ഘടന പറയണ ശ്രദ്ധിക്കണേ. ഗ്രാഫൈറ്റിലും എന്താണുള്ളത്? കാർബൺ ആണ്. കാർബണിന്റെ വാലൻസി 4 ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഡയമണ്ടിൽ എങ്ങനെയാണ്? ഈ കാർബൺ ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സഹസംയോജന ബന്ധനം നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഗ്രാഫൈറ്റിലേക്ക് വരുമ്പോൾ കാർബൺ എന്താ ചെയ്യുന്നത്? ചുറ്റിലുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഒരു ഇലക്ട്രോൺ അവിടെ ഫ്രീ ആണ്. സോ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് എന്താണ്? വൈദ്യുത ചാലകമാണ് എന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി. നമ്മൾ മുന്നോട്ട് അതിനെ പറ്റി പഠിക്കും കേട്ടോ. അപ്പോൾ ഗ്രാഫൈറ്റില് ഓരോ കാർബണും ചുറ്റിലുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവര് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് എടുത്തോ, ഈ ഒരു കാർബൺ എടുത്തു, ചുറ്റുമുള്ള 1, 2, 3 കണ്ടോ, 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒരെണ്ണം എടുത്തോ, അപ്പൊ ഇത് നടുക്ക് നിൽക്കുവാണ്. അപ്പൊ ചുറ്റുമുള്ള 1, 2,
3 കണ്ടോ. അപ്പോൾ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് ബോണ്ട് ഫോർമേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ് ഗ്രാഫൈറ്റിന്റെ ഘടന എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തേക്കുക. ഇനി ഗ്രാഫൈറ്റിന്റെ സവിശേഷതകളെ പറ്റി പറയുവാണെ, ചാരനിറമുണ്ട്. അതായത് ഗ്രാഫൈറ്റ് കാണപ്പെടുന്നത് ഒരു ചാര നിറത്തിലാണ്. അതുപോലെ തന്നെ ബാഷ്പീകരണശീലമില്ലാത്ത ഒരു അലോട്രോപ്പാണ് ഇത്, ഈ ഒരു ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വൈദ്യുത ചാലകമാണ്. ഇപ്പോൾ ഓൾറെഡി ഞാനത് പറഞ്ഞു. എന്തുകൊണ്ടാണ്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഗ്രാഫൈറ്റിനെ വൈദ്യുത ചാലകമാക്കുന്നു. ഞാൻ പറഞ്ഞു കാർബൺ തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. സോ എന്താണ്? ഒരെണ്ണം ഇവിടെ വേക്കന്റ് ആയിട്ടുണ്ട്, ഒരു ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ ആണ്. ഇത്തരത്തിൽ ആ ഒരു ഘടനയിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഗ്രാഫൈറ്റ് ഒരു വൈദ്യുത ചാലകമാണ്, വൈദ്യുതിയെ കടത്തിവിടും. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, ഇതെല്ലാം SCRT പോയിന്റുകളാണ്. മൃദുവാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സോഫ്റ്റ് ആണ്, അതേപോലെ തെന്നി മാറുന്നതുമാണ്. അപ്പൊ കാർബണിന്റെ മൃദുവും തെന്നി മാറുന്നതുമായിട്ടുള്ള രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണ്. നോക്കിക്കേ, ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ല. ദുർബലമായ വാണ്ടർ വാൾസ് ബലമാണ് പാളികൾക്കിടയിലുള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ കഴിയും. അപ്പൊ ശ്രദ്ധിക്കണേ, നമ്മൾ പറഞ്ഞു എന്താണ്? സഹസംയോജക ബന്ധനമുള്ളത് കാർബൺ ആറ്റങ്ങൾ തമ്മിലാണ് അല്ലെ. പാളികൾക്കിടയിൽ എന്താണ്? സഹസംയോജക ബന്ധനമില്ല. പകരം പാളികൾക്കിടയിലുള്ളത് ദുർബലമായിട്ടുള്ള വാണ്ടർ വാൾസ് ബലമാണ്. നിങ്ങൾ ഫിസിക്സിൽ വാണ്ടർ വാൾസ് ബലത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഫിസിക്സിൽ +1 വരുന്ന ചാപ്റ്ററിൽ, വരുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഏറ്റവും ദുർബലമായിട്ടുള്ള ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് വാണ്ടർ വാൾസ് ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. CPA പോലുള്ള എക്സാമുകൾക്കൊക്കെ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ രണ്ട് ഫോഴ്സിനെ പറ്റി, എന്താ പറയുക, രണ്ട് ടൈപ്പ് ഓഫ് ബന്ധനം നമ്മളിവിടെ പറയുന്നുണ്ട്. ഒന്നെന്താണ്? കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ളത്. കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം ഏതാണ്? സഹസംയോജക ബന്ധനം, അല്ലെങ്കിൽ എന്താണ്? കോവാലന്റ് ബോണ്ടിങ് ആണുള്ളത്. എന്നാൽ ഈ പാളികൾക്കിടയിലുള്ളത് എന്താണ്? വാണ്ടർ വാൾസ് ഫോഴ്സ് ആണ് പാളികൾക്കിടയിലുള്ളത്. ഈ വാണ്ടർ വാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള, വളരെ ദുർബലമായിട്ടുള്ള ഒരു ബലമാണ്. അതുകൊണ്ടാണ് എന്ത്? പാളികൾ തെന്നി മാറുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ മൃദുവും തെന്നി മാറുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ തെന്നി മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ കിട്ടിയല്ലോ. എന്തുകൊണ്ടാണ്? പാളികൾക്കിടയിൽ വാണ്ടർ വാൾസ് ബലമുള്ളത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഗ്രാഫൈറ്റിന്റെ ഉപയോഗങ്ങളിലേക്ക് വരാം. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലേ, പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ള രീതിയിൽ. അതേപോലെ ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റിനെയാണ്. പിന്നെയോ ഖരാവസ്ഥയിലുള്ള സ്നേഹങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രാഫൈറ്റിനെയാണ്. പിന്നെ അതേപോലെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപം ചോദിച്ചാൽ അതും ഗ്രാഫൈറ്റ് ആണ്. സോ പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഡ്രൈ സെല്ലുകളിൽ ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കുന്നു, ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നു, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, എഴുതാൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന ഗ്രാഫീൻ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഗ്രാഫൈറ്റിന് ആ പേര് ലഭിച്ചത്. അപ്പൊ ഇത് SCRT പോയിന്റ് ആണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ലാറ്റിൻ വാക്ക് എന്നുള്ള കാര്യമാണ്. സോ എഴുതാൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന ഗ്രാഫീൻ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഗ്രാഫൈറ്റ് എന്നുള്ള പേര് ലഭിച്ചത്. ആദ്യ കാലങ്ങളിൽ ഗ്രാഫൈറ്റിനെ ലെഡായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രാഫൈറ്റ് പെൻസിലിനെ നമ്മൾ ലെഡ് പെൻസിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രാഫൈറ്റ് പെൻസിലിനെ ലെഡ് പെൻസിൽ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ആദ്യ കാലങ്ങളിൽ ഗ്രാഫൈറ്റിനെ ലെഡായിട്ടായിരുന്നു തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വജ്രത്തിനെ പറ്റി പഠിച്ചു, ഗ്രാഫൈറ്റിനെ പറ്റി പഠിച്ചു. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുള്ളറിനെ പറ്റിയാണ്. നോക്കിക്കേ, പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയും, ഇതൊക്കെ SCRTയിൽ എടുത്ത് പറയുന്ന ആകൃതികൾ. അപ്പൊ അതുപോലെ തന്നെ പഠിച്ചു വെച്ചോണേ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഫുള്ളറിനാണ്. ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ്. അപ്പൊ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ആകൃതി പറഞ്ഞത് ക്ലിയർ ആവും അല്ലെ.
പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയും ഉള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് എന്ത്? ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ്. സോ ഇങ്ങനെ ചോദിക്കാം, ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏത്? ഏതാണ്? ഫുള്ളറിൻ ആണ്. ഇനി ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഫുള്ളറിൻ ആണ്. സോ ഫുള്ളറിൻ ഏതാകൃതിയിലാണുള്ളത്? ബോൾ ആകൃതിയിലുള്ളത്. എന്നാൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളെ നമ്മൾ മറ്റൊരു പേരാണ് വിളിക്കുന്നത്. എന്താണ്? കാർബൺ നാനോ ട്യൂബുകൾ എന്നാണ് വിളിക്കുന്നത്. സോ ഓർത്ത് വെച്ചേക്കുക, സിലിണ്ടർ ആകൃതിയുള്ളവരെ നമ്മൾ വിളിക്കുന്നത് കാർബൺ നാനോ ട്യൂബുകൾ എന്നാണ്. ഇനി ഇവയെ ബക്കി ട്യൂബ്സും എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാർബൺ നാനോ ട്യൂബുകൾ തന്നെയാണ് എന്ത്? ബക്കി ട്യൂബ്സ് എന്നും അറിയപ്പെടുന്നത്. ഇനി അടുത്ത കാര്യം ഓർത്ത് വെച്ചേക്കുക, ഫുള്ളറിൻ എന്താണ്? വൈദ്യുത ചാലകമല്ല, വൈദ്യുതിയെ കടത്തിവിടില്ല, താപചാലവുമല്ല, താപത്തിനെയും കടത്തിവിടില്ല. ഇറ്റ് ഈസ് ആക്ച്വലി അറ്റ്ലീസ്റ്റ് 60 കാർബൺ ആറ്റംസ് ബോണ്ടഡ് ടുഗദർ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഒരു ഫുള്ളറിൻ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് 60 കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. സോ വൈദ്യുത ചാലകമല്ല. ഡയമണ്ട് വൈദ്യുത ചാലകമാണോ? അല്ല. പക്ഷെ ഗ്രാഫൈറ്റ് എന്താണ്? വൈദ്യുത ചാലകമാണ്. ഫുള്ളറിൻ വൈദ്യുത ചാലകമാണോ? വൈദ്യുത ചാലകമല്ല. അപ്പൊ അതെല്ലാം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കാം ഗ്രഫീൻ. മറ്റൊരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ആണ്. കാർബണിന്റെ മറ്റൊരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ആണ് ഗ്രഫീൻ. ഗ്രഫീനെ നാളെയുടെ പദാർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിലോ അത്ഭുത വസ്തു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയാം, നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രഫീൻ ആണ്. അത്ഭുത വസ്തു എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രഫീൻ ആണ്. ഇനി ആകൃതിയിലേക്ക് വന്നേ. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് ഗ്രഫീൻ. അപ്പൊ ഏതാണ് ആകൃതി? ഷഡ്ഭുജ ആകൃതിയിലാണ് ഗ്രഫീൻ കാണപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം ഓർത്ത് വെച്ചേക്ക, SCRT പോയിന്റ് ആണ്. ഗ്രാഫൈറ്റിന്റെ, എന്തിനാണ്? ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക്, നമ്മൾ പറഞ്ഞു പാളികളായിട്ടാണ് ഗ്രാഫൈറ്റ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീൻ. അപ്പൊ ഓർത്ത് വെച്ചേക്കാം, ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീൻ. ഇനി ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രഫീൻ. അപ്പൊ ഓർത്ത് വെച്ചേക്ക്, ഗ്രഫീൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ഇതിന്റെയൊക്കെ എന്താണ്? അടിസ്ഥാന യൂണിറ്റ് ആണ്. സവിശേഷതകളിലേക്ക് വരാം. ഗ്രഫീന്റെ സവിശേഷതകളാണ്, സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുണ്ട്. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ബലമുണ്ട്. രണ്ടാമത്തത് താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമാണ്. എന്താണ്? താപത്തിനെ കടത്തിവിടും. അപ്പൊ എന്ത് പറയാം? താപചാലകമാണ് എന്ന് പറയാം. അതേപോലെയോ വൈദ്യുത ചാലകമാണെന്ന് പറയാം. മൂന്നാമത്തത് നാനോ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ നാനോ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? അത് ഈ പറഞ്ഞ ഫുള്ളറിൻ ആണ്. ഈ പറഞ്ഞ ഗ്രഫീൻ ആണ്. അപ്പൊ സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുണ്ട്, താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമാണ്, നാനോ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രിസ്റ്റലൈൻ അലോട്രോപ്പുകളെ പറ്റി പറയാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഡയമണ്ടും ഗ്രാഫൈറ്റും തന്നെയാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഫുള്ളറിനും ഗ്രഫീനും ഒക്കെ SCRT പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഫുള്ളറിന്റെ സ്ട്രക്ചറും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അമോർഫസ് കാർബണെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അമോർഫസ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഇല്ല, അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. അത്തരത്തിലുള്ള അലോട്രോപ്പുകളെയാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കരി, കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി തുടങ്ങിയവ ക്രിസ്റ്റൽ ആകൃതിയില്ലാത്ത കാർബൺ രൂപാന്തരങ്ങളാണ്. ഇവയെ പൊതുവായി നമ്മൾ എന്തെന്ന് വിളിക്കും? അമോർഫസ് കാർബൺ എന്ന് വിളിക്കും. അപ്പൊ നോക്കാം, കൽക്കരിയെ പറ്റി ആദ്യം പഠിക്കുവാണേ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം ഏതാണ്? അത് കൽക്കരിയാണ്. അടുത്ത നോക്കിക്കേ, ഈ കാർബണിന്റെ കണ്ടന്റ് വെച്ചിട്ടുണ്ടല്ലോ, ഈ കൽക്കരിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾക്ക് ജോഗ്രഫിയിലും പഠിക്കാനുണ്ട്. അപ്പൊ എപ്പോഴും ഇത് ജോഗ്രഫി എന്നാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കെമിസ്ട്രി ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വെച്ചോ. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കൽക്കരി, ആന്ത്രസൈറ്റ്. അപ്പൊ എന്തിന്റെ ബേസിസിലാണ്? കാർബണിന്റെ കണ്ടന്റ് വെച്ചിട്ട്, കാർബണിന്റെ അളവ് വെച്ചിട്ട് കൽക്കരി അല്ലെങ്കിൽ കോളിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കൽക്കരി, ആന്ത്രസൈറ്റ്. അപ്പൊ ഇനി നോക്കാം ഓരോന്നും. പീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 30% മുതൽ 40% വരെ കാർബൺ ആണുള്ളത്. സോ പീറ്റിൽ എത്ര ശതമാനം കാർബൺ അടങ്ങിയിട്ടുള്ളത്? 30 to 40% കാർബൺ ആണ് അടങ്ങിയിട്ടുള്ളത്. ഇനി ലിഗ്നൈറ്റിലേക്ക് വരുവാണെങ്കിൽ 50%, പകുതിയോളം എന്താണ്? കാർബൺ കണ്ടന്റ് ആണ് അല്ലെ. അപ്പൊ 50%
കാർബൺ അടങ്ങിയിട്ടുള്ളതാണ് ലിഗ്നൈറ്റ്. ഈ ലിഗ്നൈറ്റിനെ പറ്റി മറ്റൊരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചേക്കുക. ബ്രൗൺ കൽക്കരി എന്ന് അറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. അപ്പൊ ബ്രൗൺ കൽക്കരി എന്ന് അറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ഇനി മൂന്നാമത്തേതാണ് ബിറ്റുമിനസ് കൽക്കരി. ബിറ്റുമിനസ് കൽക്കരിയിൽ ഏകദേശം 60% എന്തുണ്ട്? കാർബൺ ആണ്. സോ പീറ്റിലാണെങ്കിൽ എത്രയാണ്? 30 to 40% ആണ് കാർബൺ അടങ്ങിയിട്ടുള്ളത്. ലിഗ്നൈറ്റിലാണെങ്കിൽ 50% അടങ്ങിയിട്ടുണ്ട്. ലിഗ്നൈറ്റിനെ ബ്രൗൺ കൽക്കരി എന്ന് വിളിക്കുന്നുണ്ട്. 60% ബിറ്റുമിനസ് കൽക്കരിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ആന്ത്രസൈറ്റിൽ 80% കൂടുതൽ കാർബൺ ഉണ്ട്. അപ്പൊ തന്നെ ഒരു പോയിന്റ് നമുക്ക് അവിടെ കിട്ടി. കാർബണിന്റെ അളവ് വളരെ കൂടുതലുള്ളത് ഏതിലാണ്? ആന്ത്രസൈറ്റിലാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാം, കാർബണിന്റെ അളവ് വളരെ കൂടുതലുള്ള കൽക്കരി ഏതാണ്? അത് ആന്ത്രസൈറ്റ് ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, കാഠിന്യമേറിയതാണ്. ആന്ത്രസൈറ്റ് എന്താണ്? കാഠിന്യമേറിയതാണ്, മിനുസമുള്ളതാണ്. വീട്ടാവശ്യങ്ങൾക്കും വ്യവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. സോ ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളത് ആന്ത്രസൈറ്റിലാണ്, ഏറ്റവും കുറവ് കാർബൺ കണ്ടന്റ് ഉള്ളത് പീറ്റിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നമാണ് ഏത്? കോക്ക് എന്ന് പറയുന്നത്. സോ കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്നത് ഏതാണ്? കോക്കാണ്. ഇനി വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? കരിയാണ്. സോ വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരം ഏതാണ്? കരിയാണ്. അടുത്തതോ, കോക്ക് നല്ലൊരു ഇന്ധനമായും ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരോക്സീകാരിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. കോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇന്ധനമാണ്. അതേപോലെ തന്നെ ലോഹ നിർമ്മാണ പ്രക്രിയകളിലൊക്കെ നിരോക്സീകാരി, റിഡ്യൂസിങ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കിയാൽ ഉണ്ടാകുന്നത് എന്താണ്? അത് മരക്കരിയാണ്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ചൂടാക്കിയാൽ കിട്ടുന്നതാണ് കോക്ക്. അത് എന്താണ്? കൽക്കരിയെ ചൂടാക്കിയാൽ കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടീനെ ചൂടാക്കിയാൽ ലഭിക്കുന്നതാണ് എന്ത്? മരക്കരി എന്ന് പറയുന്നത്. ഇനി ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മരക്കരിയാണ്. സോ ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ മരക്കരിയാണ്. ഇനി വായുവിൽ ടാർ, എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്ന ഏത് കരിയാണ്? അത് വിളക്ക് കരിയാണ്. അപ്പൊ വായുവില് ടാറ്, എണ്ണ ഇവയൊക്കെ കത്തിയാൽ ഉണ്ടാവുന്നത് വിളക്ക് കരിയാണ്. അടുത്തത് പെയിന്റ്, ഷൂ ഇതൊക്കെ പോളിഷ് ചെയ്യാൻ, ഷൂ പോളിഷ്, അതേപോലെ അച്ചടി മഷി എന്നിവയുടെ നിർമ്മാണത്തിനും ചെരുപ്പ്, ടയർ എന്നിവ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ വിളക്ക് കരിയാണ്. പിന്നെയോ റബ്ബറിൽ ഫില്ലർ ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ചാർക്കോളിനെ പറ്റി 2 പോയിന്റുകൾ പഠിച്ചു വെച്ചേക്കുക. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ ആണ്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ ആണ്. സോ 2 പോയിന്റ് ആണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ ആണ്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കാർബണിന്റെ ആ ഒരു എന്താണ്, നമ്മൾ ആദ്യം പഠിച്ചല്ലോ ക്രിസ്റ്റലൈൻ അലോട്രോപ്പുകൾ, അതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അമോർഫസിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു കൽക്കരിയുടെ കാര്യമാണ് 1-2 വട്ടമൊക്കെ PSC ചോദിച്ചിട്ടുള്ളത്. എങ്കിലും ബാക്കിയും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർബണിന്റെ അലോട്രോപ്പുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് ഫോസ്ഫറസിന്റെ ഒക്കെ അലോട്രോപ്പ് ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കാർബണിന്റെ അലോട്രോപ്പുകളെ പറ്റി SCRT-യിലും ഒക്കെയുള്ള കംപ്ലീറ്റ് വിവരങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു ചോദ്യം ഇനി കാർബണിന്റെ അലോട്രോപ്പുകളിൽ നിന്ന് ചോദിക്കാനില്ല. സോ നിങ്ങൾ നന്നായി പഠിച്ചവരായിരിക്കും. എങ്കിലും ഇത് ഒന്നുകൂടെ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് കേട്ടൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. സോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.